ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിൽക്കും. പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടുനിൽക്കുക. അല്ല, അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. തൽക്കാലം ഒന്നിലേക്കുമില്ല. അല്ല, അതിപ്പോ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസം ഉണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കള് വേണ്ടത്ര പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് നൽകിയില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞതാണ്. പക്ഷെ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. പോട്ടെ, ഇനി ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ പ്രചരണം നടത്തുന്ന, അതായത് ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രചരണത്തിൽ വിട്ടു എന്ന് പറയാലോ. അതെ അതെ. അപ്പൊ ഇത് എത്ര കാലത്തേക്ക് ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞത് അർത്ഥം? പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരുമ്പോ ഞാൻ മാറി ഷാഫി വന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല. അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യവും ഞാൻ വ്യക്തിപരമായി എനിക്ക് അതിലൊരു പങ്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. സ്വാഭാവികമായിട്ട് സംഘടന പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാവില്ലേ? അല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാൾ വരുന്നു, ഭയങ്കര ക്രൗഡ്ഫുള്ളർ എന്ന നിലയ്ക്ക് വരുന്നു, ഒരുപാട് ആളുകൾ വരുന്നു, പല ആളുകളും വിട്ടുനിന്ന പല ആളുകളും താങ്കൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടാവുന്നു. പക്ഷെ എന്നിട്ടും വിജയിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിൽ പങ്കുണ്ടാവില്ലേ? അതെ, എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറെ പ്രയാസത്തിലാണ്. അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നു. അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ? നിയമത്ത് കഷ്ടപ്പെട്ടിട്ടാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക്.